സ്വാമിയുടെ ആയുധം നോക്ക്. അങ്ങ് കറുപ്പൻ സ്വാമി സംശയിച്ചില്ലേ? അതാ സ്വാമിയുടെ ആയുധമായ ആ വാളിൽ നിന്ന് രക്തം വരുന്നത്. കൺകണ്ട ദൈവമാണ് കറുപ്പൻ സ്വാമി. അമ്മയ്ക്ക് മുന്നിൽ നിന്ന് വണങ്ങുന്ന കാവൽ ദൈവം. മനുഷ്യന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മറ്റു ദൈവങ്ങൾ പോലും മനസ്സറിഞ്ഞ് സഹായഹസ്തം അരുളിന്ന് വരാം. എന്നാൽ കറുപ്പൻ സ്വാമി ആരുടെയും സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കില്ല. സൂര്യ തേജസ്സാർന്ന മുഖമാണ്. ഒരിക്കലും പറ്റാത്ത കനിവിന്റെ സാഗരമാണ്. ആശ്രയിച്ചു വരുന്നവരുടെ തണലാണ്. വിശ്വാസവഞ്ചന കാട്ടുന്നവർക്ക് രൗദ്രതയുടെ മൂർത്തിഭാവമാണ് അദ്ദേഹം. കലിയുഗ ദൈവമായി വാഴുന്ന കറുപ്പൻ സ്വാമിയെ സംശയിക്കുന്നത് ആപത്തിലേക്ക് നടക്കും പോലെയാണ്. ഒരിക്കലും ഉലയാത്ത സത്യസ്വരൂപമാണ് കറുപ്പൻ സ്വാമി. കറുപ്പന്റെ കാൽ കീഴിലെ പുൽനാമ്പിനു കൂടി കളങ്കമോ ചതിയോ എന്താണെന്ന് അറിയില്ല. കറുപ്പന്റെ ഭക്തയായ അമ്മയെ നമ്മൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നറിഞ്ഞാൽ അത് സ്വാമിക്ക് സഹിക്കാനാകില്ല. കണ്ണഴകി അമ്മ പരിശുദ്ധിയുടെ സാഗരമാണ്. അമ്മയെ ഇങ്ങനെ സംശയിക്കാനേ പാടില്ലാത്തതാണ്. ഇതുവരെ കറുപ്പൻ സ്വാമിയെ പറ്റി എന്റെ കണ്ണഴകിയമ്മ പറഞ്ഞു മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടാ മറ്റൊരാളിൽ നിന്ന് എന്റെ കറുപ്പൻ സ്വാമിയെ പറ്റി കേൾക്കുന്നത്. എന്റെ സ്വാമിക്കും കണ്ണഴകിയമ്മയ്ക്കും നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഇടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറുപ്പ സ്വാമി മനോവിഷമം കൊണ്ട് അദ്ദേഹം എന്തോ അറിവില്ലായ്മ പറഞ്ഞതാ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് ചോദിക്കാം. മാപ്പ് തരണേ കറുപ്പ. കറുപ്പൻ സ്വാമി അനുഗ്രഹിക്കണേ. അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ മോളെ. കറുപ്പൻ സ്വാമി കൺകണ്ട ദൈവമാണെന്ന് ഞാനും വിശ്വസിക്കുക. കണ്ണഴകിയമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഇപ്പോഴെങ്കിലും അങ്ങ് മനസ്സിലാക്കിയല്ലോ. അമ്മയെ പറ്റി ഒരു നിമിഷമെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോയില്ലേ? ഇനി ഇവിടെ നിൽക്കാനുള്ള യോഗ്യത നമുക്കില്ല. നമുക്ക് പോകാം. വരും. വരട്ടെ. സ്വാമി ക്ഷമിക്കണേ. കറുപ്പ എന്റെ തോമാച്ചായ തടി കോൺട്രാക്ടോട് പറ, കാശ് കൊടുക്കാതെ കാര്യം നടക്കില്ലെന്ന്. അമ്മേ പാമ്പമ്മേ. അയ്യോ എടാ മോനെ മുരളി നന്ദിനിയാടാ. രണ്ടെണ്ണത്തിനെ തട്ടിട്ട് ഇവക്ക് മതിയായില്ലേ? ഇപ്പൊ ആരെ കൊല്ലാനാണാവോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? അതിന്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് ഓടിപ്പോവാം. വാടാ.
ആ പാമ്പ് ഇവിടെ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ കണ്ടിട്ട് ആരെയോ കൊല്ലാൻ വന്നതാന്ന് ഉറപ്പാ. എടാ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോ നമ്മളെ കൊന്നുകളയും. വാടാ, നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാടാ. നീ എങ്ങോട്ടെങ്കിലും പോരില്ലേ, നീ വാടാ. എന്തിനാ നന്ദിനി ഇപ്പൊ തിടുക്കപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ പറ്റിയ അവക്ക്? ഇതെങ്ങനെ നന്ദിനി എന്നെ വിളിക്കുന്നേ? ഹലോ ഗായത്രി, ഞാൻ നന്ദിനെ സംസാരിക്കുന്നു. കാലചക്രം കൈക്കലാക്കാൻ വേണ്ടി പുരുഷോത്തമൻ സൃഷ്ടിച്ച ആ മായശക്തിയെ കീഴ്പ്പെടുത്താൻ നമുക്ക് പറ്റാതെ വരുമോന്ന് എന്റെ പേടി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ ഗായത്രി, നിനക്കറിയാവുന്നതല്ലേ, ആ മായശക്തി മണികണ്ഠനെ കൊന്ന് ആ പാതകം എന്റെ നേർക്ക് തിരിച്ചു. അതും പോരാഞ്ഞ് ദേവസേനയെ കടത്തി ആ മായശക്തി ഇപ്പൊ വീണ്ടും എന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനിയും അനിഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ആ മായശക്തിക്ക് കൂട്ടായിരുന്ന മീനാക്ഷിയെ വെച്ച് അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചതാ. മായശക്തി അതിനു മുൻപേ അവളെ കൊന്നുകളഞ്ഞു. നേർക്ക് നേർ നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കാം, എന്നാൽ മായയായി മറഞ്ഞു നിന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാണ്. രാജശേഖരന്റെ കയ്യിലുള്ള കാലചക്രം ആ മായശക്തി കൈക്കലാക്കുന്നതിന് മുൻപേ അത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. ആ മായശക്തി ഇപ്പൊ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുക നന്ദിനി. ഞാൻ പറയുന്നത് സത്യ. അതിപ്പോ പാമ്പിന്റെ രൂപത്തിൽ എവിടേക്ക് വന്നിരിക്കുന്നേ? എന്തൊക്കെ നീ പറയുന്നേ? രാജശേഖരന്റെ കയ്യിലിരിക്കുന്ന കാലചക്രം എടുക്കാൻ ആ മായശക്തി നിന്റെ രൂപം സ്വീകരിച്ചാണ് അകത്തേക്ക് കയറി പറ്റിയിരിക്കുന്നത്. സത്യാണോ നീ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യ. നീയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതിയ. ഇപ്പൊ നീ എന്നോട് സംസാരിച്ചപ്പോഴാ അത് നിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന മായശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ആ മായശക്തി ഇപ്പൊ മുകളിലേക്ക് കയറി വന്നോണ്ടിരിക്കുക. ആ പുരുഷോത്തമൻ മായപ്പാമ്പിന് രൂപം നൽകി എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ ആ പാമ്പിന്റെ അരികിലേക്കൊന്നും പോകരുത്. ഞാൻ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കും. ഗംഗേ, ഞാൻ നിന്നെ അടിച്ചതിന്റെ ദേഷ്യം തീർക്കാൻ കൊല്ലാൻ വന്നിരിക്കുകയാണല്ലേ? എന്റെ പാവ അച്ഛനെ കൊന്നിട്ടും ദേഷ്യം അടങ്ങിയില്ലേ? ഇപ്പൊ എന്റെ അരുണേട്ടനെയും കൊല്ലണോ നിനക്ക്? ഞാൻ ജീവനോടുള്ളിടത്തോളം അരുണേട്ടന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് കൊല്ലണോന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ ജീവൻ എടുക്കണം. നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്നെ കൊന്നിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോ. ഗംഗേ, നന്ദിനി ഇതിനു മുമ്പ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മറക്കരുത്. അവൾക്ക് ദേഷ്യം വരുന്ന രീതിയിൽ സംസാരിച്ച് വീണ്ടും നീ ആപത്തിലേക്ക് എടുത്ത് ചാടല്ലേ ഗംഗേ? എന്നെ ഇവളെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അരുണേട്ടനെ തൊടാൻ ഞാൻ ഇവളെ സമ്മതിക്കില്ല. എന്താ ചെയ്യാൻ പറ്റുമെന്ന് കാണട്ടെ. അരുണേട്ടൻ ഇവിടുന്ന് പോയേ. ഗംഗേ, എന്നെ രക്ഷിക്കാൻ ശ്രമിക്കാതെ നീ ഇവിടുന്ന് പോകുക. വിടുന്നുണ്ടോ? ഞാൻ അരുണേട്ടനെ തലച്ചാക്കിട്ട് പോവില്ല. ഞാൻ പറയുന്നത് കേക്ക് അരുണേട്ടാ. അവളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഗംഗേ, വാ, വേഗം വാ.
ഇത്രയും കാലം ഞാൻ നിന്നെ പൂജിച്ച തെറ്റിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്റെ അരുണേട്ടനെ വെറുതെ വിട്. തിരിഞ്ഞു നോക്കുന്ന വാകൊക്കെ എന്റെ ജീവൻ ഒടുങ്ങാതെ നിനക്ക് എന്റെ അരുണേട്ടനെ തൊടാൻ സാധിക്കില്ല. പ്രതികാരം ചെയ്യാൻ വേണ്ടി നീ പാപത്തിന് മേൽ പാപം ചെയ്യാണ്. പോ പുറത്തേക്ക്. ഗംഗേ, നന്ദിനി ചിലപ്പോ നിന്നെ എന്തെങ്കിലും ചെയ്യും. കഥക് തുറക്കുക ഗംഗേ. അരുണേട്ടൊന്ന് അടങ്ങി നിൽക്ക്. ഇവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോകാൻ. ഗംഗ അവളുടെ കയ്യിൽ പെട്ടെന്ന് തോന്നുന്നേ. ഓ എടി, നമുക്കൊന്നും പറ്റിയില്ലെന്ന് സമാധാനിക്ക്. അയ്യോ, ഗംഗ പാവല്ലേ ധർമ്മേട്ടാ. അമ്മേ, അവൾ എവിടെയെങ്കിലും പോയി തുറഞ്ഞോളൂ. ഇങ്ങനെ എത്തി നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ. വാമേ. നന്ദിനിയുടെ രൂപത്തിലേക്ക് മാറിയല്ലോ. എന്നെ നീ വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലേ? കാലങ്ങളോളം എന്നെ പൂജിച്ച ഭക്തിയല്ലേ നീ? അപ്പൊ പിന്നെ നീ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ തടസ്സമായി നിൽക്കുന്നത്? പൗർണമി വരേക്കും ആ കാലചക്രങ്ങൾ എന്റെ കയ്യിൽ എത്തിക്കാതെ
എനിക്കിപ്പോഴുള്ള ശക്തിനാഗം എന്ന പദവി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലേ? നീ ഇനി അതിന് ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ശക്തിനാഗം എന്ന എന്റെ പദവി എന്നെ വിട്ടു പോകാൻ അനുവദിക്കില്ല. പൗർണമിക്കുള്ളിൽ ആ കാലചക്രങ്ങൾ എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ഒരാൾ പോലും നിന്റെ ഈ കുടുംബത്തിൽ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. ജാനകി, എനിക്കെതിരെ നീ പ്രവർത്തിച്ചാൽ നാശമായിരിക്കും ഫലം. ജാനകി, എനിക്കെതിരെ നീ പ്രവർത്തിച്ചാൽ നാശമായിരിക്കും ഫലം. എടീ ഗംഗേ, എന്നിൽ നിന്ന് നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ് നിന്റെ തീരുമാനമെങ്കിൽ കാലചക്രങ്ങൾ എത്രയും വേഗം എന്റെ കാൽ കീഴിൽ എത്തിയിരിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്റെ പ്രതികാരത്തിന്റെ കണക്കിൽ അരുണിന്റെ പേരായിരിക്കും ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. നിന്റെ അരുൺ ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും വൈകാതെ കാലചക്രങ്ങൾ കൊണ്ടുവരാനുള്ള വഴി നോക്ക്. രക്ഷപ്പെട്ടു പോയില്ലേ നീ? പോ. നീ എത്ര തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെ വിടാൻ പോകുന്നില്ല. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഗംഗെ? കൃത്യസമയത്ത് ആ മാധവി അവരുടെ ഏട്ടന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അച്ഛനാണെങ്കിൽ പുറത്തേക്കും പോയി. നന്ദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് എന്താ ചെയ്യാ? ഗംഗേ, 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 കഥക് തുറക്കാൻ. ഗംഗേ, ഗംഗേ, നന്ദിനി ഇവിടെ പോയോ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നന്ദിനി പോയി അരുണേട്ടാ, ഇനി പേടിക്കേണ്ട കാര്യമില്ല. പോയവള് തിരിച്ചു വരില്ലെന്ന കാര്യത്തിൽ എന്തോ ഉറപ്പാ? മായശക്തി ഇവിടുന്ന് പോയല്ലോ. നന്ദിനിയാണെങ്കിൽ ഇവിടേക്ക് വരാന്നാ പറഞ്ഞേ. ഈ സമയത്ത് നന്ദിനി ഇവിടെ കൊട്ടാരത്തിൽ വെച്ച് കണ്ട ആകെ പ്രശ്നമാവും. മായശക്തി ഇവിടുന്ന് പോയല്ലോ. നന്ദിനിയാണെങ്കിൽ ഇവിടേക്ക് വരാന്നാ പറഞ്ഞേ. ഈ സമയത്ത് നന്ദിനി ഇവിടെ കൊട്ടാരത്തിൽ വെച്ച് കണ്ട ആകെ പ്രശ്നമാവും. നന്ദിനിയുടെ വരവ് എത്രയും പെട്ടെന്ന് തടയണം. പോയോ അച്ഛാ? അമ്മേ, ഏതായാലും പാമ്പ് പോയിടാ മോനെ. വാടാ, ഇനി നിൽക്കണ്ട, വേഗം പോ, നടക്ക്. നന്ദിനിയെ പേടിച്ച് എത്ര കാലവും നമ്മൾ ജീവിക്കാൻ പോകുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ ഇനി എന്ന് അവസാനിക്കും? ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ ഞാനും തയ്യാറല്ല. നന്ദിനി വീട്ടിലേക്ക് വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇതോടെ എന്നേക്കുമായി അവസാനിച്ചിരിക്കണം. ഇനി മേലിൽ നന്ദിനി ഇങ്ങോട്ട് വരാൻ അവസരം ഉണ്ടാക്കരുത്. ആ നന്ദിനിയെ നശിപ്പിക്കാനായി എന്ത് ചെയ്യണോ അത് ഉടനെ ചെയ്തേ മതിയാകൂ. ഇത്രയും നാൾ നന്ദിനിയെ ഭക്തിയോടെ പൂജിച്ച ഞാൻ തന്നെ അവളെ ഇപ്പൊ ഇല്ലാതാക്കാൻ പറയുകയാണ്. ഇപ്പോഴും പ്രതികാരം ചെയ്യാനും നമ്മളെയൊക്കെ കൊല്ലാനും ഉള്ള വെറി അവളുടെ ഉള്ളു മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇനി ഇതിൽ കൂടുതൽ നന്ദിനിയോട് അനുതാപം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ നന്ദിനിയുടെ അന്ത്യം കണ്ടിട്ടേ ഞാൻ ഇനി അടങ്ങൂ.
പറ്റിയേ? നിന്റെ മേത്തൊക്കെ മണ്ണായിരിക്കുന്ന എന്താ? എന്റെ രൂപത്തിൽ വന്ന മായശക്തിയുമായി പോരാടിയപ്പോ ഇങ്ങനെ സംഭവിച്ചതാ. ഇതൊന്നും കാര്യാക്കണ്ട. ഗംഗയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഗംഗയ്ക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. എന്നാ നിനക്കിനി അങ്ങോട്ട് ആപത്താണ് നന്ദിനി. എന്താ ഉണ്ടായത്? നാഗരൂപത്തിൽ ഇവിടെ വന്നു പോയത് മായശക്തിയാണെന്ന് മനസ്സിലാക്കാതെ നീയാണെന്ന് ഗംഗ വിചാരിച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ അവള് നിന്നോട് വല്ലാത്ത ദേഷ്യത്തിലാ. ഇപ്പൊ ആ ദേഷ്യം വർദ്ധിച്ചിരിക്ക. ഗംഗയുടെ കാര്യം തൽക്കാലം നിൽക്കട്ടെ. അതിനു മുൻപ് നമുക്ക് ആ മായശക്തിയെ കണ്ടുപിടിച്ചേ മതിയാകും. അതെനിക്ക് ഓരോ നിമിഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ മായശക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം കാലചക്രം കൈക്കലാക്കുക എന്നുള്ളതല്ലേ? അപ്പൊ പിന്നെ എന്തിനാ യാതൊരു കാര്യമില്ലാതെ കുറ്റമല്ല നിന്റെ പേര് ചാർത്തി ഒളിഞ്ഞിരിക്കാൻ അത് ആഗ്രഹിക്കുന്നേ? അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എന്നാൽ അത് എനിക്കെതിരെ വലിയൊരു ചതി ഒരുക്കുന്നുണ്ടെന്ന് വ്യക്തമായി. ശക്തിനാഗം എന്ന പദവി ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കാം. അത് സംഭവിച്ചാൽ എന്റെ പൂർണ്ണ പരാജയമാകും. കാലചക്രങ്ങൾ അമ്മയുടെ സന്നിധിയിൽ എത്തിക്കാൻ കഴിയാതാകും. എനിക്കതിന് കാട്ടമ്മയുടെ അനുഗ്രഹം വേണം. എന്റെ അമ്മ പാർവതിയുടെ പ്രാർത്ഥന വേണം. ഗായത്രി, എല്ലാം നന്നായി നടക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ പോയിക്കോ. ഓ ശരി.